അതിരാവിലെയൊക്കെ അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ എന്തൊരു പോസിറ്റീവ് എനർജിയാണല്ലേ. അപ്പോൾ നമ്മളിന്ന് കടപ്പാട്ടൂർ വന്നിട്ടുള്ളത് ഐശ്വര്യ ചേച്ചിയുടെ കല്യാണം കൂടാനാണേ. അപ്പോൾ ഈ പോകുന്ന രണ്ട് കക്ഷികളെ ഒന്ന് ഓട്ടോ ഇട്ട് വെച്ചോയെ. ഇത് വേദിക, ഇത് അവളുടെ ചേച്ചി വേദ. ഇവർ രണ്ടുപേരും എൻ്റെ ചേച്ചിയുടെ മക്കളാണേ. ഇതാണ് ഐശ്വര്യ ചേച്ചി. ചേച്ചിയുടെ കല്യാണം കൂടാനാണ് നമ്മളിന്നിവിടെ എത്തിയിട്ടുള്ളത്. അവിടെ വെൽക്കമിങ് ഡാൻസും പരിപാടികളൊക്കെ അതിഗംഭീരമായിട്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മൂമെൻറ്റ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ഞാൻ. അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടേ. അതിനുശേഷം ഒരാളല്ല രണ്ടുപേരവിടെ അമ്പലത്തിന് ചുറ്റും വലം വെച്ച് കളിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വിശന്ന് വലഞ്ഞ് ഞങ്ങൾ സദ്യയുടെ മുമ്പിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അവിടെ ചോറ് വരാത്ത വിഷമത്തിൽ ഒരാൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ സദ്യ വിളമ്പി അങ്ങനെ ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അത് കഴിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അമ്മ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ല. അമ്മയും കൂട്ടിയിട്ട് ഞാനൊന്ന് കറങ്ങാൻ പോയി. ഇപ്പോൾ ഞങ്ങളുള്ളത് വെള്ളിയച്ചൻ മലയിലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈരാറ്റുപേട്ടയിൽ നിന്നും വളരെ അടുത്തായിട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വളരെ കാമായിട്ടുള്ള ഒരു നേച്ചർ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ വന്നപ്പോൾ 10 കൊല്ലം മുമ്പെപ്പോഴോ അമ്മ കൂട്ടുകാരുടെ കൂട്ടത്തിലൊക്കെ വന്ന് ഇവിടെയൊക്കെ കണ്ടിട്ട് പോയ കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ദൈവത്തിനറിയാം സത്യമാണോ. അങ്ങനെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള തത്രപ്പാടിലാണ്. ഇവിടെയാണ് കേട്ടോ കുരിശിൻ്റെ വഴിയൊക്കെ എൻ്റെ ഇന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ വീക്കെൻഡ്സിലും ഓഫ് ടൈമിലും ഒക്കെ ഫാമിലി ആയിട്ടൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ടൊരു സ്പോട്ട് തപ്പുന്നുണ്ടെങ്കിൽ അത് ഇവിടെ തന്നെയാണ് വെള്ളിയച്ചമ്പലം. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ഗുഡ് ബൈ.